തിബറ്റിൽ ഇപ്പോൾ പുതിയ ദലൈലാമയെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ 9-ാം തീയതിയാണ് ഇപ്പോഴുള്ള ദലൈലാമയുടെ പിറന്നാൾ. അന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുക തൻ്റെ പിൻഗാമിയെ. പക്ഷെ പിൻഗാമിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞതോടുകൂടി ചൈനീസ് ഗവൺമെന്റിനെ ആകെ ഹാലിളകിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ചൈനീസ് ഗവൺമെന്റ് ദലൈലാമമാരെ എതിർക്കുന്നത്? നമുക്കതിൻ്റെ ചരിത്രവീതിയിലൂടെയും അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെയും എന്നിലെ കൊച്ചു അറിവ് വെച്ച് നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് പിന്നിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1959 ഒരു മാർച്ച് മാസമാണ്. അന്ന് അവിടെ ടിബറ്റിലെല്ലാം ചോര മണക്കുന്ന അല്ലെങ്കിൽ എരിഞ്ഞടങ്ങിയ ബുദ്ധവിഹാരങ്ങളുടെ ചാരം മണത്ത കാറ്റുകൾ ഇങ്ങനെ ആഞ്ഞു വീശുന്ന ഒരു സമയമായിരുന്നു 1959 മാർച്ച് മാസം. അന്നാണ് തലസ്ഥാന നഗരമായ ലാസയുടെ അവിടെ ഉള്ള നോർബുലിംഗ എന്ന് പറയുന്ന ഒരു കൊട്ടാരത്തിൽ ആ മുറിയിൽ ഒരു ടിബറ്റൻ സന്യാസി ഉറഞ്ഞു തുള്ളുകയാണ്. ആ സന്യാസി അല്ലെങ്കിൽ ടിബറ്റൻ കോമരം എന്ന് പറയുന്നു ഒരു കടലാസ് നീട്ടിയിട്ട് അതിൽ ഒരു വഴി വരച്ചിരുന്നു. ആ വഴി നീണ്ടുപോയത് ടിബറ്റിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ്. അതായത് ഗൗതമ ബുദ്ധന് ബോധോദയത്തിന്റെ വെളിച്ചം നൽകിയ ഒരു പ്രദേശം ഏതാണെന്ന് അറിയോ? ആ പ്രദേശം അത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. അപ്പൊ ആ വഴിയിലൂടെ ഒരു 24-കാരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആ കൊട്ടാരം വിട്ടിറങ്ങി. ഇന്ത്യൻ സർക്കാർ അവരെ ഇന്ത്യൻ മണ്ണിലേക്ക് ഇന്ത്യയുടെ ആത്മാവിലേക്കും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അന്ന് മലയും കാടും താണ്ടി ഇന്ത്യയിലെത്തിയ ആ 24-കാരൻ അല്ലെങ്കിൽ 14-ാമത്തെ ദലൈലാമ ആയ ഇന്നത്തെ ദലൈലാമ ആയ ടെൻസിംഗ് ഗാസ്ട്രോ ആയിരുന്നു. അതാണ് ഒരു ചരിത്ര പശ്ചാത്തലം. അപ്പൊ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 90-ാം പിറന്നാളിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ദലൈലാമ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. മരണശേഷം തനിക്ക് പിൻഗാമി ഉണ്ടാകും എന്നാണ് ആ പ്രഖ്യാപനം. അതാരാണെന്ന് ലോകത്തോട് പറയാനുള്ള അധികാരം താൻ സ്ഥാപിച്ച തൻ്റെ പ്രവാസി സർക്കാരായ ഗദൻ ഫൊഡാങ് ട്രസ്റ്റിന് മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പുതിയ ദലൈലാമനെ പ്രഖ്യാപിക്കുന്ന ആ പ്രഖ്യാപനം കേട്ടിട്ട് ഞെട്ടിയത് ലോകത്ത് ഒറ്റ രാജ്യം മാത്രമുള്ളൂ, ചൈനയാണ്. 14-ാം ദലൈലാമയുടെ അന്ത്യത്തോടെ 6 നൂറ്റാണ്ട് പഴക്കമുള്ള തിബറ്റൻ ബുദ്ധിസത്തിന് തിരശീല വീഴുമെന്ന കണക്കുകൂട്ടലുകൾ അവിടെ തകർന്നടിഞ്ഞു. ടിബറ്റൻ ബുദ്ധിസവും അവരുടെ രാഷ്ട്രീയ പ്രാധാന്യവും ഒന്നുകൂടി ചർച്ചയായി. ലോകരാജ്യങ്ങൾ ഇവരെ ഒന്നുകൂടി ചർച്ചയിലെടുത്തു. അതിനൊപ്പം 2 ദലൈലാമകൾ ഉണ്ടാകുമോ എന്ന ഗൗരവമായ ചർച്ചയും സജീവമായി. ആരാണ് ഈ ദലൈലാമ? ദലൈലാമയോട് ചൈനയ്ക്ക് എന്താണ് ഇത്ര വിരോധം? പിൻഗാമിയെ തെരഞ്ഞെടുക്കുവാൻ ചൈനയ്ക്ക് എന്താണ് കാര്യം? ടിബറ്റൻ ബുദ്ധമത വിശ്വാസ പ്രകാരം തങ്ങളുടെ ആത്മീയ ആചാര്യനായ ദലൈലാമ കാരുണ്യത്തിന്റെ ഒരു ദൈവമാണ്. ബോധിസത്വനായ അവലോകിതേശ്വരന്റെ പുനർജന്മമാണ് ദലൈലാമ എന്നാണ് അവരുടെ വിശ്വാസം. ദലൈലാമ എന്ന പദം മംഗോൾ ഭാഷയിലെ ദലൈ എന്ന വാക്കും ടിബറ്റൻ ഭാഷയിലെ ലാമ എന്ന വാക്കും ചേർന്നാണ് ഉണ്ടായത്. ദലൈ എന്നാൽ എന്താണ് അർത്ഥം? അതിന് സമുദ്രം എന്നാണ് അർത്ഥം. ലാമ എന്നാൽ സന്യാസി എന്നും അർത്ഥം. സമുദ്രം പോലെ അറിവുള്ള സന്യാസി വര്യൻ, അതാണ് ദലൈലാമയുടെ അർത്ഥം. വീണ്ടും നമ്മ ചരിത്രത്തിലേക്ക് പിന്നിലേക്ക് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 7-ാം നൂറ്റാണ്ടിലാണ് ടിബറ്റൻ ബുദ്ധിസം പ്രചാരത്തിലെത്തുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ദലൈലാമയുടെ വാഴ്ചയും ആരംഭിച്ചു. മഹായാന ബുദ്ധിസത്തിന്റെ ഒരു ശാഖയാണ് ടിബറ്റൻ ബുദ്ധിസവും രൂപം കൊള്ളുന്നത്. എന്നാൽ അവിടേക്ക് ബുദ്ധിസം എവിടെ നിന്നാണ് എത്തുന്നത്? നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്നാണ് ബുദ്ധിസം ടിബറ്റിൽ എത്തുന്നത്. അതായത് യാർലങ് രാജവംശത്തിലെ സോങ്സ്റ്റൺ ഗ്യാംബോയുടെ ഭരണകാലത്ത് അദ്ദേഹം സംസ്കൃതത്തിലുള്ള ബുദ്ധിസ്റ്റ് വേദഗ്രന്ഥങ്ങൾ ടിബറ്റൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകി. പിന്നീട് 8-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ രാജാവായ ട്രൈസങ് ഇന്ത്യയിൽ നിന്നുള്ള ബുദ്ധ സന്യാസിമാരെ ടിബറ്റിലേക്ക് ക്ഷണിച്ചു. നളന്ദ മഠാധിപതി ശന്തരാക്ഷിതയാണ് ടിബറ്റിലെ ആദ്യത്തെ ബുദ്ധവികാരത്തിന്റെ സ്ഥാപകൻ. ചുരുങ്ങിയ നൂറ്റാണ്ടുകൾ കൊണ്ട് ടിബറ്റിലെ ഏറ്റവും പ്രബലമായ മതമായി ബുദ്ധിസം മാറി. ദലൈലാമയുടെ മരണശേഷം പിൻഗാമി പുനർജനിക്കുമെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. ആ വിശ്വാസ പ്രകാരം മുതിർന്ന സന്യാസിമാർ ആത്മീയ
അടയാളങ്ങളും അവർക്കുണ്ടാകുമെന്ന് പറയപ്പെടുന്ന സ്വപ്ന ദർശനങ്ങളിലുമൊക്കെ അടിസ്ഥാനത്തിൽ ദലൈലാമയുടെ പുനരാവതാരത്തെ അവർ തേടിയിറങ്ങും. അപ്പൊ ദലൈലാമ അവൻ സാധ്യതയുള്ള കുട്ടികളെ കണ്ടെത്തിയാൽ മുൻ ദലൈലാമയുടെ സ്വകാര്യ വസ്തുക്കൾ മറ്റു വസ്തുക്കളുമായി ഇടകലർത്തി അവരെ കാണിക്കും. അപ്പൊ ദലൈലാമയുടെ വസ്തുക്കൾ കുട്ടി തിരിച്ചറിഞ്ഞാൽ അവനാകും അടുത്ത ദലൈലാമ എന്നാണ് അവരുടെ ഒരു വിശ്വാസം. ബുദ്ധമതക്കാരുടെ ആത്മീയ ആചാര്യൻ മാത്രമല്ല ദലൈലാമ, ആ പ്രദേശത്തെ ഒരു ഭരണാധികാരി കൂടിയാണ്. അങ്ങനെയാണ് ദലൈലാമ ടിബറ്റൻ ചരിത്രത്തിലെ അവിഭാജ്യ ഘടകമായി മാറുന്നത്. വീണ്ടും ചരിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചൈന കൈകടത്തുന്നത് വരെ ആത്മീയമായ കാര്യങ്ങൾ മാത്രം വിരാജിച്ചിരുന്നവരായിരുന്നു ടിബറ്റൻ ജനത. ചൈന ടിബറ്റിൽ താല്പര്യം കാണിച്ചു തുടങ്ങിയതോടെ ചിത്രം മാറി തുടങ്ങി. കൃത്യമായി പറഞ്ഞാൽ 7ാമത്തെ ദലൈലാമയുടെ കാലത്ത്, അതായത് 1720 സുങ്കാറുകൾ എന്ന ഗോത്ര സംഘം ടിബറ്റിനെ കീഴടക്കാൻ എത്തിയതോടെ അവരെ തോൽപ്പിക്കാൻ സഹായ ഹസ്തവുമായി ചൈന രംഗത്തെത്തിയതോടുകൂടിയാണ് ടിബറ്റിലെ ആത്മീയ പരിതസ്ഥിതിയിൽ രാഷ്ട്രീയ താല്പര്യം കടന്നു വരുന്നത്. അതിനുശേഷം ചൈനീസ് ഭരണകൂടം ആംബൻസ് എന്ന് വിളിക്കപ്പെടുന്ന തങ്ങളുടെ 2 ഉദ്യോഗസ്ഥരെ ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസയിൽ നിയമിച്ചു തുടങ്ങി. ഓരോ പുതിയ നേതാവ് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള ഉണ്ടാകാറുണ്ട്. ഈ ഇടവേളയിൽ ടിബറ്റിന്റെ ഭരണം കൈയാളിയിരുന്നത് ചൈനീസ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളായ ആംബനുകള് റീജന്റുമെന്റ് ആയിരുന്നു. എന്നാൽ 1910 ചൈന ടിബറ്റിനെ കീഴടക്കി. ഇതോടെ ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. 1911 ചൈനയിൽ മാഞ്ചു ഭരണകൂടം തകർന്നതോടെ ദലൈലാമ തിരിച്ചെത്തുകയും ടിബറ്റിന്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം അവരുമായി ഒരു സന്ധി ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഒരു പ്രദേശം വിട്ടുകൊടുത്തുകൊണ്ട് വടക്കൻ അതിർത്തി പുനർനിർമ്മിക്കുക എന്നായിരുന്നു അത്. 1914 സിംലയിൽ വെച്ച് ബ്രിട്ടൻ, ചൈന, ടിബറ്റ് എന്നീ ത്രിരാഷ്ട്രങ്ങൾ ചേർന്ന് ഒപ്പുവെച്ച കരാർ പ്രകാരം മക്മോഹൻ രേഖ എന്നറിയപ്പെടുന്ന ഒരു അതിർത്തി നിലവിൽ വന്നു. എന്നാൽ 1949 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചെടുത്ത ഉടനെ തന്നെ ടിബറ്റിന്റെ മോചനം അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് പ്രഖ്യാപിച്ചു. അടുത്ത വർഷം തന്നെ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ടിബറ്റിലെത്തുകയും ഈ പ്രതിസന്ധികൾക്കിടയിലാണ് 14ാം ദലൈലാമ, അതായത് നിലവിലെ ലാമ ടെൻസിൻ ഗാസ്ട്രോ സ്ഥാനമേൽക്കുന്നത്. എന്നാൽ മറ്റു ലോകരാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കാതിരുന്ന ടിബറ്റൻ ജനതയ്ക്ക് ചൈനീസ് സൈനിക ശക്തിയുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ബെയ്ജിങ്ങിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ 1951 മെയ്യിൽ 14 ധാരണകളുള്ള കരാറിൽ ചൈനയ്ക്കും ടിബറ്റും ഒപ്പുവെച്ചു. ഇതുപ്രകാരം ദലൈലാമ സ്ഥാനത്തിലും അധികാരങ്ങളിലും മാറ്റമുണ്ടാകില്ല എന്ന് ചൈന ഉറപ്പു നൽകി. അതുകൊണ്ട് ടിബറ്റിന്റെ സമാധാനം നിലവിൽ വന്നു. 1955 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ദലൈലാമയെ നിയമിക്കുന്ന അവസ്ഥയും കൂടി ഉണ്ടായി. എന്നാൽ ചൈന വഞ്ചന കാട്ടി തുടങ്ങി. ചൈന പതുക്കെ ടിബറ്റിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ പിടിമുറുക്കി തുടങ്ങി. ഇത് അവിടുത്തെ നിവാസികളായ കംഫ എന്ന വംശത്തിൽപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള ഒരു മുറുമുറുപ്പുണ്ടാക്കി. ഇത് വളർന്ന് 1957 ആയപ്പോഴേക്കും ഒരു സായുധ കലാപമായി അത് പൊട്ടിപ്പുറപ്പെട്ടു. ഇത് അടിച്ചമർത്താൻ ചൈന കൂടുതൽ സേനയെ ടിബറ്റിൽ വിന്യസിച്ചു. എന്നാൽ ചൈന ആ സമയത്ത് പറഞ്ഞ ലക്ഷ്യം എന്തായിരുന്നു? ഫ്യൂഡലിസത്തിന്റെയും ലാമമാരുടെയും പൗരോഹിത്യത്തിന്റെയും ഒക്കെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് ടിബറ്റിനെ പുനരുദ്ധീകരിക്കുക എന്നതാണ് പുറത്തേക്ക് പറഞ്ഞത്. ചൈന ലോകരാജ്യങ്ങളോട് പറഞ്ഞു ഫലിപ്പിച്ചത്. പക്ഷെ അതാണ് ലക്ഷ്യം അല്ല എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ഒരു പുരാതന രാജ്യത്തിന്റെ സംസ്കാരത്തെ തകർക്കുക എന്നതായിരുന്നു ചൈനയുടെ ഗൂഢമായ ഉദ്ദേശം. നിരവധി പേരെ ചൈന കൊന്നുതള്ളി. ബുദ്ധവിഹാരങ്ങൾ തകർത്തു തരിപ്പണമാക്കി. ടിബറ്റാകെ ചൈനീസ് ചാരന്മാർ വിഹരിച്ചു നടന്നു. ടിബറ്റിൽ അശാന്തിയും അസ്വസ്ഥതയും പടർന്നു പന്തലിച്ചു. ഈ സാഹചര്യത്തിൽ ദലൈലാമയുടെ ജീവന് പോലും ആ സമയത്ത് ഭീഷണി ഉയർന്നു. ഒരു ദിവസം രാത്രി പ്രവചനങ്ങൾ നടത്തുന്ന ടിബറ്റൻ കോമരത്തിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ 24-കാരനായ ദലൈലാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇന്ത്യയിലെത്തി.
അന്നത്തെ ഇന്ത്യയുടെ നേതാവ് നെഹ്റു അവരെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. അത് ചൈനയെ മുഷിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ചൈന ഇന്ത്യയെ ആക്രമിക്കുന്നത്. 2 വർഷം കഴിഞ്ഞപ്പോൾ നെഹ്റു മരണപ്പെടുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും താൻ തുറന്ന മനസ്സോടെ സ്വീകരിച്ച മനുഷ്യരുടെ തുടർ ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ട കരട് പദ്ധതികളെല്ലാം നെഹ്റു ചെയ്തു വെച്ചിരുന്നു. ടിബറ്റിന്റെ കാലാവസ്ഥയുമായി ഏകദേശം ഇണക്കമുള്ള ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലും കർണാടകത്തിലെ കുടകിലും അവർക്ക് സ്ഥലം നൽകി. തങ്ങളുടേതായ സർക്കാർ രൂപവൽക്കരിക്കാൻ അവർക്ക് അനുവാദം നൽകി. ഇന്നും അത് തുടർന്നു പോരുന്നു. ധർമ്മശാലയിൽ അദ്ദേഹം 1960 ടിബറ്റിന്റെ പാർലമെന്റ് സ്ഥാപിച്ച് സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ എന്ന പേര് ഒരു ഭരണ സംവിധാനവും തുടങ്ങി. എന്നാൽ ഇത് ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നത് രസകരമായ ഒരു വസ്തുതയാണ്. 2011 ദലൈലാമ തന്റെ ഭരണപരമായ ചുമതലകളിൽ നിന്നും പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം ഭരണകാര്യങ്ങൾക്കുള്ള ഉത്തരവാദിത്തം കഷാങ് എന്ന മന്ത്രിസഭയ്ക്ക് നൽകി. എന്നാൽ സമീപകാലത്തെ ടിബറ്റിനുമേലും ബുദ്ധമതത്തിനുമേലും കൂടുതൽ അധികാരം സ്ഥാപിക്കാൻ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ദലൈലാമയെ അംഗീകരിക്കാനും നിയമിക്കുവാനുള്ള അവകാശം തങ്ങൾക്കാണെന്നാണ് ചൈന വാദിക്കുന്നത്. കിങ് രാജവംശത്തിന്റെ കാലത്ത് മുൻ ദലൈലാമമാരെ അംഗീകരിക്കുന്നതിൽ പങ്കുവഹിച്ചതുപോലെ അതിന് ചരിത്രപരമായ നിയമസാധ്യത ഉണ്ടെന്നാണ് ചൈനയുടെ പക്ഷം. ടിബറ്റുമാരും ആഗോള ബുദ്ധമത സമൂഹവും ഈ വാദത്തെ എന്നാൽ എതിർത്തു പോരുന്നു. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ചൈനയുടെ കൈകടത്തൽ എന്നാണ് അവര് ആരോപിക്കുന്നത്. തന്റെ പിൻഗാമി ചൈനയ്ക്ക് പുറത്തോ ഇന്ത്യയിലോ പോലും ആകാം എന്ന് സൂചന ദലൈലാമ നൽകി കഴിഞ്ഞു. ചൈന നിർദ്ദേശിക്കുന്ന ആളെ ടിബറ്റൻ ജനത അംഗീകരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്. 2 ലാമമാർ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ടിബറ്റൻ ബുദ്ധമതത്തിൽ തന്നെ വലിയ വിഭജനം ഉണ്ടാക്കും. നയതന്ത്രപരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ടിബറ്റൻ സംസ്കാരത്തിന്റെ സമത്വത്തിന്റെ നിലനിൽപ്പാണ് പ്രധാനമായും അപ്പോൾ ചോദ്യചിഹ്നത്തിലാകുന്നത്. ദലൈലാമയെ നിയമിക്കാൻ ചൈനയ്ക്ക് അധികാരം ലഭിച്ച അവർ തിരഞ്ഞെടുക്കുന്ന ചൈനീസ് ഭരണകൂടത്തിന്റെ ചരട് വലിക്കൊപ്പം നിൽക്കുന്ന ഒരു പാവയാകുമെന്ന് ടിബറ്റൻ ജനത ഭയപ്പെടുന്നുണ്ട്. ഇത് ടിബറ്റൻ പ്രതിരോധത്തെ തടയുന്നതിനും ദീർഘകാല രാഷ്ട്രീയ നിയന്ത്രണം ഉറപ്പാക്കുന്നതിനും ഇന്ത്യയിൽ ടിബറ്റൻ സമൂഹത്തിനുള്ള ഒരു സ്വാധീനം ദുർബലപ്പെടുത്തുന്നതിനും വഴിവെച്ചേക്കാമെന്ന് അവർ ആശങ്കപ്പെടുത്തുന്നു. ഇന്ത്യയുൾപ്പെടെ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇത് നയതന്ത്രപരമായ ഒരു പ്രശ്നമാണ്. 1959 മുതൽ ദലൈലാമയെ ആതിഥ്യം വഹിച്ച ഇന്ത്യക്ക് ചൈന ഒരു പുതിയ ആത്മീയ നേതാവിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ഇതിനകം തന്നെ ഉള്ള പിരിമുറുക്കം വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്.